ഈസ്റ്റിലേക്ക് സൈനികരെ വിന്യസിക്കാനൊരുങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ. മിഡിൽ ഈസ്റ്റിലെ സൈനിക സാന്നിധ്യത്തെക്കുറിച്ച് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ആണ് അമേരിക്കയ്ക്ക് കർശന മുന്നറിയിപ്പ് നൽകിയത്. എല്ലാ പ്രാദേശിക പ്രവർത്തനങ്ങളും ടെഹ്റാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. മേഖലയിലെ എല്ലാ US നീക്കങ്ങളും പ്രത്യേകിച്ച് സൈനിക വിന്യാസങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഗാലിബാഫ് പറഞ്ഞു. അമേരിക്കൻ സൈനികരെ നേതൃത്വം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിലും നിലവിലെ പ്രാദേശിക നയങ്ങളുടെ അനന്തരഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരുമെന്നും മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു. ജനറലുകൾ തകർത്തത് സൈനികർക്ക് പരിഹരിക്കാൻ കഴിയില്ല, പകരം അവർ നെതന്യാഹുവിന്റെ വ്യാമോഹങ്ങൾക്ക് ഇരയാകുമെന്നും അഭിപ്രായപ്പെട്ടു. ദേശീയ പരമാധികാരത്തെക്കുറിച്ചുള്ള ടെഹ്റാന്റെ നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നിന്നും സൈനിക പ്രതികരണത്തിന് കാരണമായേക്കാവുന്ന ഏതൊരു നടപടിയും സ്വീകരിക്കരുതെന്ന് ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകി. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയത്തെ പരീക്ഷിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ സൈനിക നീക്കങ്ങൾ കൂടുതൽ രൂക്ഷമാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ പരാമർശം വന്നത്. ഇറാനുമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും സംഘർഷം ഉടൻ അവസാനിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നിട്ടും യുദ്ധം 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പെന്റഗൺ 82ാമത് എയർബോൺ ഡിവിഷനിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്ക് സൈന്യത്തെ വിന്യസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കമാൻഡ് ഘടകവും ചില കരസേനകളും ഉൾപ്പെടെയുള്ള ഡിവിഷനിലെ ഘടകങ്ങളെ മേഖലയിലേക്ക് അയക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്നു. ഒരു US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് 1500 താഴെ സൈനികരെ മാത്രമേ വിന്യാസത്തിൽ ഉൾപ്പെടുത്താൻ കഴിയൂ എന്നാണ്. വൈറ്റ് ഹൗസ് അവതരിപ്പിക്കുന്ന വിവരണത്തിന് നേർവിപരീതമായാണ് സൈനിക നീക്കങ്ങൾ. ഇറാനുമായി ചർച്ചകൾ തുടരുകയാണെന്ന് പ്രസിഡന്റ് ട്രംപ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. യുദ്ധം അവസാനിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ചർച്ചകളിലാണ്. എനിക്ക് പറയാൻ കഴിയും, അവർ ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആരാണ് അങ്ങനെ ചെയ്യാതിരിക്കുക? നോക്കൂ, അവരുടെ നാവികസേന പോയി, അവരുടെ വ്യോമസേന പോയി, അവരുടെ ആശയവിനിമയ സംവിധാനങ്ങൾ പോയി, അവർക്കുള്ളതെല്ലാം പോയി, US പ്രസിഡന്റ് പറഞ്ഞു. നമ്മൾ ഇത് അവസാനിപ്പിക്കുമെന്നും ഞാൻ കരുതുന്നു. എനിക്ക് നിങ്ങളോട് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല, നമ്മൾ ഇത് വിജയിച്ചു. അക്ഷരാർത്ഥത്തിൽ ടെഹ്റാൻ നിലയത്തിനും അവരുടെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കും മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങളുണ്ട്. അവർക്ക് അതിനെക്കുറിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ഉദാഹരണത്തിന്, എനിക്ക് ആ പവർ പ്ലാന്റ് തകർക്കണമെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും സൈനികമായി അവർ മരിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് തന്റെ നിലപാട് കൂടുതൽ ഉറപ്പിച്ചു പറഞ്ഞു. എന്നിരുന്നാലും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ചുള്ള ഇറാനിയൻ വീക്ഷണം പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ഫാക്സ് ന്യൂസ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ഇറാനിയൻ സൈനിക വക്താവ് US-നെ പരിഹസിച്ചു. അമേരിക്കക്കാർ ഫലപ്രദമായി സ്വയം ചർച്ചകൾ നടത്തുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടെന്നും സൂചിപ്പിക്കുന്നു. നിങ്ങൾ മുൻപ് വീമ്പിളക്കിയിരുന്ന തന്ത്രപരമായ ശക്തി ഇപ്പോൾ ഒരു തന്ത്രപരമായ പരാജയമായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ പരാജയത്തെ ഒരു കരാറായി മുദ്ര കുത്തരുത്. നിങ്ങളുടെ വാഗ്ദാനങ്ങളുടെ യുഗം അവസാനിച്ചു. ലോകം ഇപ്പോൾ സത്യം അസത്യം എന്നീ 2 മുന്നണികളായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണെന്നും സ്വാതന്ത്ര്യം തേടുന്ന ഒരു സത്യാന്വേഷിയും നിങ്ങളുടെ മാധ്യമ തരംഗങ്ങളാൽ വഞ്ചിക്കപ്പെടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ സായുധ സേനയുടെ ശക്തമായ കൈകൊണ്ട് മാത്രമേ ഈ മേഖലയിലെ സ്ഥിരത ഉറപ്പു നൽകൂ എന്നും നിങ്ങൾ മനസ്സിലാക്കുന്നതുവരെ ഈ മേഖലയിലെ നിങ്ങളുടെ നിക്ഷേപങ്ങളെക്കുറിച്ച് ഇനി ഒരു സംസാരവും ഉണ്ടാകില്ല. പഴയ ഊർജത്തിന്റെയും എണ്ണയുടെയും വിലകൾ നിങ്ങൾ ഒരിക്കലും കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് വക്താവ് കൂടുതൽ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.